ശ്രീ വി വസീഫ്, ഇവിടെ എന്താണ് സർക്കാർ വിമർശനം നടത്തിയതിന് ഇപ്പോൾ BJP-ക്കാർ പോലും നൽകാത്ത ചാപ്പ നിങ്ങളുടെ സൈബർ ഇടത്തിലെ ആളുകൾ എനിക്ക് അടിച്ചു തന്ന വ്യക്തിപരമായ അനുഭവമുള്ള കാര്യം ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ വേദനയോടുകൂടി പറയുകയാണ്. അപ്പോൾ ചാപ്പ എന്ന ചർച്ച വരുമ്പോഴാണ് നമ്മുടെ തർക്കം തുടങ്ങിയത്. അതിനോട് താങ്കൾ എന്നെ വിളിക്കുന്നത് എന്തൊക്കെയാണ്, നീ എന്ന് വിളിക്കുന്നു, എൻ്റെ വീട്ടുകാരെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് വി വസീഫിന്റെ CPM ആണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു വെർഷനാണ്. ഈ ധാർഷ്ട്യം നിങ്ങളുടെ സൈബർ ഇടത്തിലെ വളരെ ഇപ്പോൾ അന്നത്തിന് അത്രയും ഇല്ല, വളരെ ന്യൂനപക്ഷം ചെറിയ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്നല്ലാതെ കേരളത്തിന് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നുണ്ടോ വസീഫ്? അശ്മിനി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നാമത് രണ്ടാമത്തെ ചർച്ചയാണ്. നേരത്തെ റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ് ഇപ്പോൾ 24-ലിരിക്കുന്ന. അപ്പോൾ ഇവിടെ ആഷ്മി വിമർശിച്ചതിനെ കുറിച്ച് പറഞ്ഞതോ ചാപ്പ കുത്തുന്നു എന്ന് പറഞ്ഞതൊന്നുമല്ല. ആഷ്മിയുടെ പ്രശ്നം ഇതാ, നിങ്ങളൊരു കഥാപ്രസംഗം സ്റ്റൈലിൽ അങ്ങ് അവതരിപ്പിച്ച് പോകുമ്പോൾ എന്താണ് പറയുന്നത് എന്നുള്ള ബോധ്യമില്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാവുക. ഇവിടെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ സൈബർ ആചാര്യൻ എന്നാണ്. അങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യം എന്താണ് ആഷ്മി? അപ്പോൾ സ്വാഭാവികമായിട്ടും ആഷ്മിയുടെ ശ്രദ്ധയും ആഷ്മിക്കും പ്രയാസമുണ്ടാകും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ നീ എന്ന് വിളിച്ചത്. അതിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നല്ല കാര്യം. സ്വാഭാവികമായിട്ടും ആഷ്മിക്ക് ഞാൻ പറയുന്നത് ഒരു ചാനൽ ചർച്ചയിൽ CPM ഔദ്യോഗിക പ്രതിനിധിയായി വന്നിരിക്കുന്ന വസീഫ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അതിലൊരു അവതാരകനെ നീ, അയാളുടെ വീട് എന്നൊക്കെ പറയുന്നതിൽ അങ്ങേക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അങ്ങേക്കതിൽ ഒരു പ്രശ്നവും തോന്നുന്നില്ലെങ്കിൽ ഓക്കെ, അത് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ. ആഷ്മി ഓക്കെ, ആഷ്മി അത് പരിശോധിക്കുക. ആഷ്മി എന്തായിരുന്നു പറഞ്ഞത് എന്നുള്ളത് ആഷ്മിയും ഇതുപോലെ വീട്ടിലെത്തിയിട്ട് സമയം കിട്ടുക. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ എന്താ പറഞ്ഞത് സാർ, എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ സ്വാനുഭവം ഞാൻ പറയുകയാണ്. ഒന്നുകൂടി അല്ല, അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത് എന്റെ ബോധ്യത്തിൽ എന്റെ സ്വാനുഭവം പറയുകയാണ്. BJP അടിച്ചു തരാത്ത, RSS അടിച്ചു തരാത്ത ചാപ്പ നിങ്ങളുടെ സൈബർ ഇടത്തിലെ വിവരദോഷി ആചാര്യന്മാർ എനിക്ക് അടിച്ചു തന്നു. വസീഫെ, പേര് നോക്കിയുള്ള ചാപ്പയുണ്ടല്ലോ, നിങ്ങൾ ഈ അടിച്ചു കൊടുത്ത പേര് നോക്കിയുള്ള ചാപ്പ, ആ ചാപ്പ BJP എനിക്ക് തന്നിട്ടില്ല, നിങ്ങളുടെ സൈബർ ഇടത്തിലെ ആചാര്യന്മാർ എനിക്ക് അടിച്ചു തന്നു. അതിലാണെന്ന് ഞാൻ പറയുന്നത് വസീഫെ. ആഷ്മി ഇനി അതിൽ ഞാൻ പറയാം, ഇനി ഞാൻ പറഞ്ഞോട്ടെ ആഷ്മി. അപ്പൊ ഈ ചാപ്പ എന്നൊക്കെ ആഷ്മി പറയുന്നുണ്ടല്ലോ, ഞാൻ ആഷ്മി ബോധ്യപ്പെടുമെങ്കിൽ ബോധ്യപ്പെടാൻ വേണ്ടി പറയാം. ഞങ്ങൾ നേരത്തെ നിങ്ങൾക്കറിയാം DYFI പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിനെ തന്നെ തള്ളി പറഞ്ഞവരാ ഞങ്ങൾ. പരസ്യമായി അവർക്കെതിരെ നടപടി സ്വീകരിച്ചവരാണ് ഞങ്ങൾ. ഈ പറയുന്ന എല്ലാ തെറ്റുകൾക്കെതിരെയും ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന് കൃത്യമായി മാനദണ്ഡം ഇറക്കി താഴെ വരെ ഞങ്ങളുടെ ഘടകങ്ങളിൽ സർക്കുലർ കൊടുക്കുന്നവരാണ് ഞങ്ങൾ. അത് അംഗീകരിക്കുന്നവരല്ല ഞങ്ങൾ. അതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഒരാളെയും ആക്ഷേപിക്കാനോ ഏതെങ്കിലും പ്രത്യേക ചാപ്പ കുത്തുന്നതിനോ ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് ഞങ്ങൾക്ക് എതിർപ്പ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ സൈബർ ആചാര്യൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആചാര്യൻ എന്നുള്ള വാക്ക് അത്ര തെറിവാക്കുന്നല്ല സർ. താങ്കൾ എന്നെ പറഞ്ഞ പോലെ അത്രയുള്ള വൃത്തികെട്ട വാക്കൊന്നുമല്ല ആചാര്യൻ എന്ന് പറയുന്നത്. അല്ല, ഒന്നും അല്ല, ഞങ്ങൾക്ക് മാർക്സിസ്റ്റുകാരുടെ ആചാര്യന്മാർ ആരൊക്കെയാന്നുള്ളത് അല്ല, ഞാൻ സൈബർ ആചാര്യൻ എന്ന് തന്നെയാണ് പറയുന്നത്. എന്തോ ആവട്ടെ, അല്ലാതെ ഇവർക്ക് EMS ഇവർക്ക് അറിയോ? ഞങ്ങളുടെ മാർക്സിസ്റ്റുകാരുടെ അതെനിക്കറിയാം. അതല്ല, അവിടെ കിടന്ന് പറയുന്ന അല്പബുദ്ധികൾക്ക് നായനാരെയോ EMS-നെയോ അതിന്റെ ഈ പാർട്ടിയുടെ ചരിത്രമോ ഈ പാർട്ടിയുടെ ദൗത്യമോ എന്തെങ്കിലും അറിയാവുന്നവരാണോ? താങ്കൾ തള്ളി പറഞ്ഞു നല്ല കാര്യം. ബാക്കി വിഷയത്തിലേക്ക് വന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ ആ സ്ഥാനത്തെ കൊണ്ടുവന്നതല്ല. ഇനി ആ തെറ്റിദ്ധാരണയിലാണോ പറഞ്ഞെങ്കിലും ഒക്കെ വിട്ടേക്കും. കുറെ കാലമായി നിങ്ങൾ കുറെ കാലമായി ആഷ്മി നിങ്ങളുടെ ഈ തുടക്കത്തിലുള്ള അവതരണത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഓരോന്നും, നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ പരിശോധിക്കാറുണ്ടോ? എത്ര വൃത്തികെട്ട രീതിയിലാണ് നിങ്ങൾ പറയാറ്? എത്ര ആക്ഷേപം, എത്ര അറപ്പുളവാക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ ഒരു വെറുപ്പ് നിങ്ങളുടെ മനസ്സിലുള്ളത് ഇങ്ങനെ തള്ളിക്കുന്നത് പോലെയല്ലേ നിങ്ങൾ പറയാറ്? അങ്ങനെ എന്തിനാണ് നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇന്നും നിങ്ങളുടെ ബോഡി ലാംഗ്വേജും നിങ്ങളുടെ സംസാരത്തിലും നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ തരത്തിലേക്കാണ്. ഞാൻ ആഷ്മിയോട് എന്നുള്ളതല്ല, എല്ലാവരോടും വളരെ സ്നേഹത്തിൽ ഇടപെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇങ്ങനെ ബഹളം വെക്കണമെന്നും കച്ചറ ഉണ്ടാക്കണമെന്നും ഒരു ആഗ്രഹവും ഇല്ല. പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ മാനസികമായി വല്ലാത്ത പ്രയാസം മാത്രം പ്രതികരിച്ചു പോകുന്നതാണ്. വാക്കുകളും ചില പ്രയോഗങ്ങളും കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ
അല്ല, ശ്രീ വസീഫ്, അത് പിണറായി വിജയനെ പറ്റി പറയുമ്പോൾ പാർട്ടി നേതാവായ നിങ്ങൾക്ക് സങ്കടം തോന്നണം. അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസിനെതിരെ പറഞ്ഞപ്പോൾ, BJP-ക്കെതിരെ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് വലിയ എന്താണ്, നിങ്ങൾ ഷെയർ ചെയ്തവരാണ്. അത് നിങ്ങൾ ഷെയർ ചെയ്തവരാണ്. വസീഫെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഞാൻ CPM-നെതിരെ പറയുന്നതും പിണറായി വിജയനെതിരെ പറയുന്നതാണ് പറയുന്നത്. ഞാൻ CPM-ന് അനുകൂലമായി പറയുന്ന അല്ല വസീഫെ അത് ഞാൻ CPM-ന് അനുകൂലമായി പറഞ്ഞപ്പോൾ, SFIക്ക് അനുകൂലമായി പറഞ്ഞപ്പോൾ, DYFIക്ക് അനുകൂലമായി പറഞ്ഞപ്പോൾ, BJP-ക്കെതിരായി പറഞ്ഞപ്പോൾ എന്നെ വാഴ്ത്തിയവരാണെന്ന് നിങ്ങളുടെ സൈബർ സംഘം. നിങ്ങൾ ഷെയർ ചെയ്തവരാണ്. ഇപ്പൊ നിങ്ങൾക്കെതിരെ പറയുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാകും. ഓരോരുത്തർക്ക് എന്റെ ജോലി വിമർശനമാണ്, ഞാൻ ചെയ്യുന്നുണ്ടത്. ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ഏതെങ്കിലും ഒഫീഷ്യൽ വിഭാഗങ്ങളും ഷെയർ ചെയ്യാറില്ല. നിങ്ങളുടെ സൈബർ സംഘത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, അല്ല നിങ്ങൾ ഷെയർ ചെയ്യുന്ന പറഞ്ഞാൽ. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത് ആശ്മി. ഇതിനകത്തൊക്കെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും ആശ്മി. അതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഒഫീഷ്യൽ നിലപാടാണെന്ന് കരുതല്ലേ. പിന്നെ ഒരു കാര്യം, ഇവിടെ രാജുചേട്ടൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ എനിക്ക് സമയം തരില്ല ഇനി, അതുകൊണ്ട് അതുകൂടി പറഞ്ഞു പോവാം. ഇവിടെ 11 BJP മുന്നിൽ വന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ പിണറായി വിജയൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് വോട്ട് വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ്. പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടാണോ കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ BJP-ക്ക് വോട്ട് ചെയ്തത് രാജുചേട്ടാ? പിണറായി വിജയനാണോ? ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് 2331 വോട്ട് കുറഞ്ഞു, ശരി. നിങ്ങൾക്കോ 8039 വോട്ട് കുറഞ്ഞു. കാട്ടാക്കടയിൽ ഞങ്ങൾക്ക് 2331 വോട്ട് കൂടി, നിങ്ങൾക്കോ 8907 വോട്ട് കുറഞ്ഞു. മണലൂരിൽ ഞങ്ങൾക്ക് 1892 വോട്ട് കുറഞ്ഞു, നിങ്ങൾക്കോ അല്ല ഞങ്ങൾക്ക് കൂടിയതാ മണലൂർ, നിങ്ങൾക്കോ 12523 വോട്ട് കുറഞ്ഞു. ഒല്ലൂരിൽ നിങ്ങൾ പറഞ്ഞ 1261 വോട്ട് ഞങ്ങൾക്ക് കൂടി, അവിടെ 15767 വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞു. തൃശ്ശൂരിൽ 3145 വോട്ട് ഞങ്ങൾക്ക് കൂടി, 14728 വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞു. നാട്ടികയിൽ ഞങ്ങൾക്ക് കുറഞ്ഞു, ഞങ്ങൾക്ക് കൂടി, നിങ്ങൾക്ക് 14000 കുറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ ഞങ്ങൾക്ക് 1069 കുറഞ്ഞു, നിങ്ങൾക്ക് 10982 കുറഞ്ഞു. പുതുക്കാട് ഞങ്ങൾക്ക് 1063 കുറഞ്ഞു, നിങ്ങൾക്ക് 14133 കുറഞ്ഞു. കഴക്കൂട്ടത്ത് ഞങ്ങൾക്ക് 3036 കുറഞ്ഞു, നിങ്ങൾക്ക് 7362 കുറഞ്ഞു. വട്ടിയൂർക്കാവിൽ ഞങ്ങൾക്ക് 1078 കുറഞ്ഞു, നിങ്ങൾക്ക് 8682 കുറഞ്ഞു. നേമത്ത് 599 ഞങ്ങൾക്ക് കുറഞ്ഞു, നിങ്ങൾക്ക് 7371 കുറഞ്ഞു. അടിസ്ഥാനത്തിലാണ് സാക്ഷാൽ കെ മുരളീധരൻ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് 11 നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആവുന്നത് യാദൃശ്ചികമായി? അല്ല, താങ്കൾ പറഞ്ഞു എന്താണ്? കേരളത്തിലെ ഞാൻ അത് പറഞ്ഞത് അല്ല ആശ്മി, നിങ്ങൾ ഇങ്ങനെ ഇടയിൽ കയറി ഞാൻ ചോദിക്കുന്നത് പറയുമ്പോൾ ഒന്നും നിങ്ങൾ അല്ല ശ്രീ വസീഫ്, താങ്കൾ വിശദമായി കണക്ക് പറഞ്ഞു. എന്റെ ചോദ്യം താങ്കൾ പറഞ്ഞു വരാൻ സ്ഥാപിക്കുന്നത് അവസാനം ചോദിക്കും. അല്ലാതെ 11 നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ 11ഓളം ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 11ഓളം ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ആ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സമയത്ത് മാത്രം 2004 മാത്രമാണ് ഞങ്ങൾക്കൊരു നേട്ടമുണ്ടായത്. 977 പോലും ഞങ്ങൾക്ക് CPM-ന് ഒറ്റ സീറ്റില്ല. ഇവിടെ ഇന്ത്യയിലാകെ ഇന്ദിരാഗാന്ധിക്കെതിരെ വലിയ മുന്നേറ്റമുണ്ടായ സമയത്ത് പോലും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്. പക്ഷേ ഈ BJP മുന്നിൽ വന്ന 11 ഇടങ്ങളിലും എന്തുകൊണ്ടാണ് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആവുന്നത്? DCC ആഫീസിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആവുന്നത്? BJP അതാണ് ബോധപൂർവം ഇവരുണ്ടാക്കിയ ധാരണയാണ്. വി ഡി സതീശനും ഈ BJP നേതൃത്വം ഉണ്ടാക്കിയ ധാരണയാണ്. തൃശ്ശൂരിലെ സീറ്റ് BJP-ക്ക് കൊടുത്ത് മറ്റുള്ളിടത്തേക്ക് ഇവർക്ക് നേട്ടമുണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ നടത്തിയത് എന്നാണ് ഈ നാട് സംശയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കെ മുരളീധരൻ ഈ വിഷയം ഉന്നയിക്കുന്നത്. 1 ലക്ഷത്തോളം വോട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. കെ മുരളീധരന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ DCC സെക്രട്ടറിക്കാണ് ക്രൂരമായ മർദ്ദനം ഇന്ന് ഇവിടെ കിട്ടിയത്, തൃശ്ശൂരിൽ കിട്ടിയത്. ഹനീഫയും ലാൽജിയും മധുവും ഗ്രൂപ്പ് പോരിന്റെ പേരിൽ കൊല്ലപ്പെട്ട നാടാണ് തൃശ്ശൂര്. ആ തൃശ്ശൂരിലെ DCC ആഫീസിലാണ് ഇന്ന് ഇത്രയും ക്രൂരമായ അക്രമത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്തത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെ അല്ലാതെ ഒരു DCC പ്രസിഡന്റ് DCC സെക്രട്ടറിയെ ആക്രമിക്കാൻ നേതൃത്വം കൊടുക്കൂ? അതിന്റെ പിന്നിൽ ഗൂഢാലോചനയില്ലേ? DCC ആഫീസിനകത്ത് സകല മാധ്യമങ്ങളെയും സാക്ഷി നിർത്തി ക്രൂരമായാണ് ആക്രമിക്കുന്നത്.